CJP പ്രക്ഷോഭത്തിലെ വിവാദ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച പേളിമാണി. യൂട്യൂബ് ചാനലിലൂടെയാണ് ഖേദപ്രകടനം. വാക്കുകൾ കൊണ്ട് ഒരുപാട് പേരെ വേദനിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരും വീട്ടിൽ പോകണമെന്നല്ല ഉദ്ദേശിച്ചത്. സിബി മലയിലിന്റെ മകൻ തന്നെ വേദനിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബലികുടീരത്തിൽ തുപ്പുന്നത് പോലെ എന്ന് തനിക്കെതിരെ പോസ്റ്റ് ഇട്ടുവെന്നും പേളിമാണി പറയുന്നു. ഐ എം നോട്ട് സെയിങ് നിങ്ങൾ ഇത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ് ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല. ഒരു ഫെയിൽഡ് എന്നോ നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിന് അങ്ങനെ പറയില്ല. ബിക്കോസ് ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ഓഫ് മലയാളം സിനിമ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഐ എം എ ഹ്യൂജ് ഫാൻ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ. ലബി സജീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ലബി, ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് പേളിമാണി നമുക്കറിയാവുന്നതാണ് വലിയ സൗഹൃദ വലയവും അതിനൊപ്പം ആരാധക വൃന്ദവും ഒക്കെയുള്ള ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ കാണാൻ കഴിയുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരൊറ്റ പോസ്റ്റ് കൊണ്ട് അവർക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പോസ്റ്റിന്റെ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അത് വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മാധു, 4 പേജുള്ള ഒരു പോസ്റ്റാണ് ആദ്യം പേളിമാണി ഇടുന്നത്. ഇതിലാണ് ഡൽഹി സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ സുരക്ഷിതരല്ല എങ്കിൽ മടങ്ങിപ്പോകൂ എന്ന് പറഞ്ഞത്. തുടർന്ന് ഈ പോസ്റ്റ് വലിയ വിവാദമാകുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ആ സമയത്താണ് സിബി മലയിലിന്റെ മകൻ കൂടി ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. അദ്ദേഹം ഇട്ട പോസ്റ്റിന് മറുപടിയായി ഒരു സ്റ്റോറി കൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നു പേളിമാണി. അതാണ് ഇത്തരത്തിൽ വന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വിശദീകരണമായി വന്നിരിക്കുന്നത്. ആ സ്റ്റോറിയിലാണ് പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് താൻ സിബി മലയിലിനെയല്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. സിബി മലയിലിന്റെ മകനാണ് തന്റെ പിതാവിനെതിരെ ഇത്തരം ആക്ഷേപം എന്ന രീതിയിൽ അത് മാറ്റിയത് എന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു പേളിമാണി. അത് മാത്രമല്ല, സിബി മലയിലിന് ഏതെങ്കിലും രീതിയിൽ ഇതിൽ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. കേരളം കണ്ടതിൽ വെച്ച് താൻ ഏറ്റവും ബഹുമാനിക്കുന്ന സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദിക്കുന്നു. അദ്ദേഹത്തെ അല്ല ഉദ്ദേശിച്ചത്, തൻ്റെ പരാമർശത്തെ, അതായത് താനിട്ട പോസ്റ്റിനെ ഇത്തരത്തിൽ താനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ഇട്ട സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട പോസ്റ്റിനെതിരെയാണ് താൻ സ്റ്റോറി ഇട്ടത്. ആ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ അത് പാടില്ല എന്ന് കരുതി 15 മിനിറ്റിനുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്തു. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ അത് പരക്കുകയായിരുന്നു. അതിലാണ് പരാജയപ്പെട്ട സംവിധായകനെന്ന് സിബി മലയിലിന്റെ മകനെ വിളിച്ചത്. സിബി മലയിലിനെ അല്ല ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, സിബി മലയിലിന്റെ മകനെ ആണെങ്കിൽ പോലും ഒരാളെ പരാജയപ്പെട്ട സംവിധായകൻ എന്ന് വിളിക്കാൻ താൻ ആളല്ല. താൻ അതിൽ തെറ്റ് സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്തത്. പക്ഷേ അപ്പോഴേക്കും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പരന്നിരുന്നു. അത് ഇങ്ങനെയൊക്കെ കൈവിട്ട് പോവുകയും ചെയ്തു. ഏതായാലും അതിൽ പൂർണ്ണമായും ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് പേളിമാണി രംഗത്ത് വന്നത്. പേളിമാണിക്ക് തൻ്റെ പോസ്റ്റ് ദുർവ്യാഖ്യാനം ചെയ്തപ്പോൾ സിബി മലയിലിന് അതിൽ വിഷമമുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴും മാധു നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിലുണ്ട്. വലിയ ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ താരം തന്നെയാണ്. മാത്രമല്ല, പേളിമാണിക്ക് ഉള്ള ആരാധകരൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന കാഴ്ച, വലിയ രീതിയിൽ ആരാധകരുടെ എണ്ണത്തിൽ ഇടിവ് സംഭവിക്കുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞയാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരം വിശദീകരണവുമായി സിബി മലയിലിനെ വേദനിപ്പിച്ചതിലും തൻ്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട ആദ്യം പോസ്റ്റ് ഇടുന്നു, പിന്നീട് ഒരു സ്റ്റോറി വിശദീകരിച്ചുകൊണ്ടിരുന്നു. അത് അതിലും വലിയ വിവാദമാകുന്നു. ഇതിലെല്ലാം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പേളിമാണി രംഗത്ത് വന്നിരിക്കുന്നു. സിബി മലയിലുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ വലിയ ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നു. സിബി മലയിലിനോട് ക്ഷമ ചോദിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്നും ഇതിൽ ഈ സമൂഹ വിവരങ്ങൾ നൽകിയത്. ക്ഷമാപണവുമായി പേളിമാണി സ്വന്തം യൂട്യൂബ് ചാനലിലാണ് എത്തിയിരിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ വാക്കുകൾ പിൻവലിക്കുന്നു എന്നതാണ്. മാത്രമല്ല, ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയും കൂടി ചെയ്യുന്നു പേളിമാണി.